ഹായ്, കെ പി എസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. പലപ്പോഴും നമ്മളുടെ പുറമേയുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ അകമയുള്ള മൈൻഡ് സെറ്റിനനുസരിച്ചാണ് ഡെവലപ്പ് ചെയ്യാറ്. ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അയാളെ നമ്മൾ നോക്കുമ്പോൾ 3 രീതിയിലാണ് അവരെ ക്ലാസിഫൈ ചെയ്യുക. ഒന്നാമത്തേത് പുവർ ക്ലാസ് ആണ്, രണ്ടാമത്തേത് മിഡിൽ ക്ലാസ് ആണ്, മൂന്നാമത്തേത് റിച്ച് ക്ലാസ് ആണ്. ഇതിൽ റിച്ച് ക്ലാസ്സിനെയും പുവർ ക്ലാസ്സിനെയും നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കംഫർട്ട് സോണാണ്. ഒരു കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആളുകളായിരിക്കും. മിഡിൽ ക്ലാസ്സിനെ തന്നെ നമ്മൾ 3ആയിട്ട് ഭാഗിക്കാറുണ്ട്: അപ്പർ മിഡിൽ ക്ലാസ്സും, മിഡിൽ ക്ലാസ്സും, ലോവർ മിഡിൽ ക്ലാസ്സും. സത്യം പറഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ് ഇത്രയും കൂടാനുള്ള കാര്യം അതൊരു കംഫർട്ട് സോൺ ആണെന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ടായാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടായാലും ഒക്കെ നമുക്കൊരു സ്മൂത്തായ ഗ്രൗണ്ടാണ് അവിടെ. ലോവർ ക്ലാസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവുകയുമില്ല, എന്നാൽ അപ്പർ ക്ലാസ്സിനുണ്ടാകുന്ന റിസ്ക്കുകളും അവിടെ ഉണ്ടാകുന്നില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും, മിഡിൽ ക്ലാസ്സിലെ ഭൂരിഭാഗം ആൾക്കാർക്ക് റിച്ച് ക്ലാസ്സിലേക്ക് മാറാൻ സാധിക്കുന്നവരാണ്. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റിലെ ചില പ്രശ്നങ്ങളും പ്രത്യേകതകളുമാണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അവരുടെ ബേസിക് ചിന്താഗതികളിൽ തന്നെ ഹാർഡ് വർക്ക് ബ്രിങ്സ് മണി എന്നായിരിക്കും. അതായത് കഠിനമായിട്ട് ജോലി ചെയ്യുക, കൂടുതൽ സമയം ജോലി ചെയ്യുക, അങ്ങനെ പണം സമ്പാദിക്കുക എന്നാണ് അവർ ചിന്തിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണം വരുന്നത് അങ്ങനെയല്ല. നമ്മളൊരു സിസ്റ്റമാണ് ഉണ്ടാക്കുക. ആ സിസ്റ്റത്തിൽ നമ്മളും വർക്ക് ചെയ്യും, നമ്മുടെ കൂടെയുള്ളവരും വർക്ക് ചെയ്യും, ഒരു ടീം വർക്ക് ഉണ്ടാകും. ആ ടീം വർക്കിലൂടെ പ്രോഡക്റ്റ് ഉണ്ടാകും. ആ പ്രോഡക്റ്റ് നെറ്റ്വർക്കിങ്ങിലൂടെ പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും റവന്യൂ ഉണ്ടാകും. ആ റവന്യൂ ആണ് നമ്മുടെ വരുമാനമായി മാറുക. അപ്പോൾ ആ രീതിയിൽ ഒരു സിസ്റ്റമൈസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കാറില്ല. ഇവരെന്ത് ചെയ്യും? ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മിഡിൽ ക്ലാസ്സുകാർ അനാവശ്യമായിട്ട് സേവിങ്സിലേക്ക് പോകും. സേവിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും റിസർവ് ഫണ്ടുകളായിരിക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകത്തിനെ സേവിങ്സ് ഉണ്ടാക്കി വയ്ക്കാൻ പാടുള്ളൂ. ഒരു എമർജൻസി വന്നാൽ സേവിങ്സ് ഉണ്ടാക്കി വയ്ക്കുക. ബാക്കി നമ്മൾ അസറ്റ്സ് ആക്കി മാറ്റണം എന്നതാണ്, അല്ലെങ്കിൽ സ്കിൽ സെറ്റുകളാക്കി മാറ്റണം. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന വസ്തുക്കൾ. നമ്മളൊരു റെൻറ്റിനൊരു വീട് അല്ലെങ്കിൽ ഒരു കടമുറി വാങ്ങുന്നു, അതൊക്കെ നമുക്ക് അസറ്റുകളാണ്. അതുപോലെ തന്നെ പുതിയ സ്കില്ലുകൾ നമ്മൾ പഠിക്കുന്നു, ഇതിൻ്റെ കൂടെ ചെയ്യാവുന്ന മറ്റൊരു സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊക്കെ പുതിയ സ്കിൽ സെറ്റാണ്. അത്തരം സ്കിൽ സെറ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വരുമാനം കൂട്ടുക. കോസ്റ്റ് കട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് വരുമാനം കൂടുന്നില്ല. പലരുടെയും ചിന്താഗതിയിലെ തെറ്റാണത്. അവരെവിടെയാണ് അധിക ചിലവെന്ന് കണ്ടുപിടിച്ച് അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കാലത്തേക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് അത് നമുക്ക് ഓവർകം ചെയ്യാനൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. പക്ഷേ ലോങ് റണ്ണിൽ അത് വർക്കൗട്ട് ആവില്ല. ഇനി മൂന്നാമത്തേത്, നമ്മുടെ പേ ചെക്കിൻ്റെ വലുപ്പം കൂടുമ്പോൾ നമ്മുടെ വരുമാനം കൂടിക്കൊള്ളണമെന്നില്ല. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കൂടുതൽ ശമ്പളത്തിന് ജോലി ചെയ്താൽ അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാവില്ലേ എന്ന്. പലപ്പോഴും നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻകം, അതായത് നമുക്ക് കിട്ടുന്ന വരവുകൾ, അതിൽ നിന്ന് നമ്മുടെ ചിലവുകൾ കിഴിച്ച ശേഷമാണ് വരുമാനം ഉണ്ടാവുക. അതുകൊണ്ടാണ് വലിയ നഗരങ്ങളിലേക്ക് പോയി ജോലി ചെയ്യാമെന്നൊരു ഓപ്ഷൻ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് സാലറി ഫിഗേഴ്സ് കൂടുതൽ തന്നെയായിരിക്കും. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സാലറി കൂടുതലായിരിക്കും. പക്ഷേ അവിടെ ചിലപ്പോൾ ജീവിത ചിലവും അനുസരിച്ച് കൂടുതലാവാം. കൂടുതൽ റെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, ഫുഡിന് ബില്ലുകൾ കൂടുതലായിരിക്കും, ട്രാവൽ എക്സ്പെൻസസ് കൂടുതലായിരിക്കും, നമ്മളുടെ ലൈഫ് സ്റ്റൈലിനുള്ള എക്സ്പെൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ കൂടുതൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് മിച്ചം വയ്ക്കാനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ പേ ചെക്കിൻ്റെ വലുപ്പം അഥവാ നമ്മുടെ സാലറി സ്ലിപ്പിൻ്റെ വലുപ്പം നോക്കിയിട്ട് നമുക്ക് പലപ്പോഴും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ ഇത്തരം ചില കാൽക്കുലേഷൻസ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത മൈൻഡ് സെറ്റിലെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ പലപ്പോഴും സ്കിൽ സെറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ ഫോക്കസ് ചെയ്യാറില്ല. നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യാനും നമ്മൾ കൂടുതൽ പഠിക്കാനും ഒക്കെ പോകും. പക്ഷേ സ്കൂളിലും കോളേജിലും എല്ലാം നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനേ അവർ നമ്മളെ സഹായിക്കുള്ളൂ. നമുക്ക് തിയററ്റിക്കൽ നോളജ് തരാനേ അവർക്ക് പറ്റുള്ളൂ. പ്രാക്ടിക്കൽ നോളജും ആപ്റ്റിറ്റ്യൂഡും അതൊക്കെ നമ്മുടേത്, അതെന്താണെന്നുള്ളത് നമ്മൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. പലതും ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഏതിലാണോ ടയർലെസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതിൽ റിസൾട്ട് കാണാതിരിക്കുന്ന സമയത്ത് പോലും പ്രോഗ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാഷനെ കണ്ടെത്താനും ആ ഒരു വർക്ക് എത്തിക്സ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ഒരു പരിധിക്കപ്പുറം നമുക്ക് പറക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ലെവൽ ഒരു പരിധിക്കപ്പുറം കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാത്ത സമയത്ത് പ്രോഗ്രസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്കിൽ സെറ്റ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതാണ് മിഡിൽ ക്ലാസ്സിന് പറ്റുന്ന അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, പലപ്പോഴും അവർ ജോലി ചെയ്യാൻ തയ്യാറാവും പക്ഷേ കരിയർ ബിൽഡ് ചെയ്യാൻ തയ്യാറാവില്ല.
എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ജോബ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന എണ്ണപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റികളാണ്. ആ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നു, അതിന് നമുക്ക് അവർ ഒരു പേയ്മെൻറ്റ് തരുന്നു. അതാണ് ജോബ് എന്ന് പറയുന്നത്. എന്നാൽ കരിയർ അങ്ങനെയല്ല. കരിയറിൽ ഗ്രോത്ത് എന്ന് പറയുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്. അത് നമുക്ക് വളർച്ച എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. വളർച്ച ഉണ്ടാകുമ്പോഴേ സ്വാഭാവികം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ. ഒരു 10 കൊല്ലം പിറകോട്ട് നമ്മൾ ചിന്തിക്കുന്നു, ഒരു 5 കൊല്ലം പിറകോട്ട് നമ്മൾ ചിന്തിക്കുന്നു. അന്ന് നമ്മൾ എവിടെയാണോ നിന്നിരുന്നത്, ഇന്ന് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ജോബാണ്. നിങ്ങൾ അവിടെ എന്തൊക്കെയോ ചോയ്സ് ചെയ്ത് തീർക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് പുറകോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ആ നിന്ന നിപ്പ് തന്നെ നിൽക്കും. പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക രംഗവും ആ നിന്ന നിപ്പ് തന്നെയായിരിക്കും നിൽക്കുക. നിങ്ങളുടെ ജീവിത നിലവാരം ആ നിന്ന നിപ്പ് തന്നെയാണ് നിൽക്കുക. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഉയർച്ചയുണ്ടെങ്കിൽ ആ ഉയർച്ചയിലേക്ക് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അങ്ങനത്തെ ഗ്രോത്ത് ഉണ്ടാകുക. അതാണ് കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും വലിയ അബദ്ധമാണ് ലക്ഷറിയാണ് ലൈഫ് സ്റ്റൈൽ സക്സസ് എന്ന് ചിന്തിക്കുന്നത്. ലക്ഷറി അല്ല ലൈഫ് സ്റ്റൈൽ സക്സസ്. നമ്മൾ പലപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കും. വലിയ വലിയ വീടുകൾ, വലിയ വലിയ കാറുകൾ, ഭയങ്കര സ്വന്തം വിമാനങ്ങൾ, സ്വന്തം കമ്പനികൾ എന്നൊക്കെ നമ്മൾ കാണും. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരം ലക്ഷറികൾ എന്ന് പറയുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സംഗതികളാണ്. പ്യുവർലി റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാളെ നിങ്ങൾ എടുത്തു നോക്കൂ. ഇതൊന്നുമില്ലെങ്കിലും സർവൈവ് ചെയ്യാനും ഹാപ്പി ആയിട്ടിരിക്കാനും പുതിയ സിസ്റ്റങ്ങൾ ബിൽഡ് ചെയ്യാനുമുള്ള മൈൻഡ് സെറ്റ് അവർക്കുണ്ടാകും. ആ മൈൻഡ് സെറ്റാണ് യഥാർത്ഥ അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് യഥാർത്ഥ ഒരു റിച്ച് മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകത. അല്ലാതെ ഇത്തരം സാധനങ്ങൾ, ഇത്തരം പൊസഷൻസ് വാങ്ങിക്കൂട്ടുക എന്നുള്ളതല്ല. പിന്നെന്താണ് ലക്ഷറിയിൽ ഫോക്കസ് ചെയ്യരുത്, കൺവീനിയൻസിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ സിസ്റ്റങ്ങളെ സ്മൂത്തായിട്ട് പ്രവർത്തിപ്പിക്കാൻ, നമ്മുടെ പ്രോഡക്റ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ടീം എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ, ഇങ്ങനെ നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നു, ഗ്രോത്തിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതികൾ നമ്മൾ വാങ്ങാവൂ. അതുപോലെ മിഡിൽ ക്ലാസിൻ്റെ വേറെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അസറ്റും ലയബിലിറ്റിയും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. അസറ്റ്സ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അസറ്റുകളുമുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള അസറ്റുകളുമുണ്ട്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ലയബിലിറ്റി ഉണ്ട്, ഇമോഷണലായ ലയബിലിറ്റികളുമുണ്ട്. ഇത് രണ്ട് തമ്മിലൊരു ബാലൻസ് കണ്ടെത്താൻ പലപ്പോഴും മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് സാധിക്കാറില്ല. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഒരു ലയബിലിറ്റി ചിലപ്പോൾ നമുക്ക് ഇമോഷണലായ ഒരു അസറ്റായി മാറാം. അതുപോലെ തന്നെ തിരിച്ചു ഒരു നല്ല എക്സാമ്പിളാണ് വീടുകൾ എന്ന് പറയുന്നത്. സാമ്പത്തികമായ കാഴ്ചപ്പാട് നമ്മൾ നോക്കുമ്പോൾ വീടുകൾ ലയബിലിറ്റികളാണ്, നമ്മളെ സംബന്ധിച്ചുള്ള പണം കൂടുതൽ ഇറക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇമോഷണലി അത് നമുക്കൊരു അസറ്റാണ്. കാരണം നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും. നമുക്ക് ചെന്ന് കയറാനൊരു സ്ഥലമുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഉറങ്ങാനൊരു സ്ഥലമുണ്ട്, നമ്മുടെ ഫാമിലിക്ക് ഉറങ്ങാനൊരു സ്ഥലമുണ്ട്. അത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് തരിക. അത്തരം രീതിയിൽ കാര്യങ്ങൾ ഇമോഷണലി ഇക്കണോമിക്കലി ഇങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്താൻ പലപ്പോഴും മിഡിൽ ക്ലാസ്സുകാർ അതിനൊരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് പലതും പാളിപ്പോകാറുമുണ്ട്. ഇതൊക്കെയാണ് ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.